പ്രതിഷേധ കാഴ്ചകളിലേക്കാണ് വീണ്ടും ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് ഷാഫി പറമ്പിൽ MP. ആരോപണം ഉയർന്നപ്പോഴേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാജി പ്രഖ്യാപിച്ചു. ആ തീരുമാനം പാർട്ടി അംഗീകരിച്ചു. തന്നോട് ആരും രാഹുലിനെതിരെ പരാതിപ്പെട്ടിട്ടില്ലെന്നും വടകരയിൽ മാധ്യമങ്ങളോട് ഷാഫി പറമ്പിൽ പറഞ്ഞു. താൻ മുങ്ങിയതാണെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ബീഹാർ വരെ പോയതാണെന്നും MP-യുടെ വിശദീകരണം കൂടി വന്നിട്ടുണ്ട്. അനഘ ഹർഷൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അനഘ, പ്രതീക്ഷിച്ച പോലെ തന്നെ ഷാഫി പറമ്പിൽ വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ. തീർച്ചയായും അനു, ഇന്ന് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും ഷാഫി പറമ്പിൽ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഉടനീളം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു ലൈംഗികാരോപണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു, അതിന് കൃത്യമായി പാർട്ടി, അതായത് കോൺഗ്രസ് അതിനെതിരെ ഒരു നടപടിയെടുത്തു. അതായത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് മാത്രമാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല കാര്യം. അത് തൃപ്തരാണ് എന്നുള്ളൊരു അഴകുഴഞ്ചൽ മറുപടിയാണ് ഷാഫി പറമ്പിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഉയരുന്ന പരാതികളിൽ, അതായത് ഹണി ഭാസ്കർ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതാണ്. അതായത് താൻ ഈ കാര്യങ്ങളൊക്കെ തന്നോട് രാഹുൽ മാങ്കൂട്ടൽ മോശമായി പെരുമാറിയ കാര്യങ്ങളൊക്കെ തന്നെ ഷാഫി പറമ്പിലിനോട് സംസാരിച്ചിരുന്നു എന്ന് ഹണി ഭാസ്കർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല, അത്തരത്തിലൊരു ആരോപണവും തന്നോട് ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. മറ്റൊന്ന്, മാധ്യമങ്ങളൊക്കെ താൻ ഒളിച്ചോടി എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ വാർത്ത കൊടുത്തിരുന്നു. താൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്, കൃത്യമായ ഒരു പ്രതികരണം താൻ നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മാധ്യമങ്ങളോട് ഷാഫി പറമ്പിൽ സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ ആ സംസാരത്തിൽ ഉടനീളം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചത്. ഒരു ഘട്ടത്തിൽ പോലും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഒരേ തൂവൽ പക്ഷികളായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ അല്ല, നിരന്തരം ഇത്തരത്തിൽ സ്ത്രീകൾ രംഗത്ത് വരികയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും ഈ വിഷയം ഒന്നും തന്നെ താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതായത് കൃത്യമായി തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കും, അതുപോലെ തന്നെ വിഷയത്തെ ലഘൂകരിക്കാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പീഡന കേസിൽ ഉൾപ്പെട്ട ഒരു MLA സംരക്ഷിക്കുന്ന CPM എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജി ആവശ്യപ്പെടുക എന്ന് ചോദിക്കുകയാണ്. അതായത് തങ്ങളുടെ ഭാഗത്തെ തെറ്റ് മറുഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ട് ന്യായീകരിക്കാം എന്നൊരു നിലപാടിലേക്കാണ് ഷാഫി പറമ്പിൽ കൃത്യമായി ഇന്ന് പോയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളുണ്ട്. അതായത് ഈ ഷാഫി പറമ്പിലിന് എല്ലാ കാര്യവും അറിയാതിരിക്കും എന്ന് പറയുന്നത് ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. കൃത്യമായി തന്നെ ഈ പാലക്കാട് ഇലക്ഷൻ സമയത്തൊക്കെ തന്നെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ തന്നെ ഒന്നിച്ചുണ്ടായിരുന്നവരാണ്. ഈ രാഹുലിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പോലും ഈ ഷാഫി പറമ്പിലാണ്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം ഒരു സ്ത്രീയല്ല, പല സ്ത്രീകൾ വന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പറയുന്നു, ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു, ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അത് പൊതുജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പാർട്ടി പദവി, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു കഴിഞ്ഞു. ഇന്ന് ഷാഫി പറമ്പിലിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയാൽ MLA സ്ഥാനം അത് രാജി വെക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുവേണ്ടി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ CPM-ഉം അതുപോലെ തന്നെ BJP-യും ഒന്നും മുറവിളി കൂട്ടണ്ട, രാജി ഉണ്ടാവില്ല എന്നുകൂടി അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. എന്തായാലും ഉടനീളം രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റ വാക്കുകൊണ്ട് തള്ളിപ്പറയാൻ VD സതീശനടക്കം കൃത്യമായി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നില്ല എന്നതാണ് ഇന്ന്. എന്തായാലും ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടില്ല, ഒരു അഴകുഴഞ്ചൻ നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല, രാഹുലിനെ തള്ളിപ്പറയാതെ വാക്കുകൾക്കിടയിലൂടെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാട് കൂടി ഷാഫി പറമ്പിൽ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അനു, എന്തായാലും ഷാഫിയുടെ നിഴലിൽ വളർന്ന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ ഒരു വിശേഷണം കൂടെയുണ്ട് മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായും ഷാഫിയുടെ പക്കൽ നിന്ന് പ്രതീക്ഷിച്ച പ്രതികരണം തന്നെയാണ് വന്നത് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ അനഘ ഹർഷൻ റിപ്പോർട്ട് ചെയ്തതുപോലെ